നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. തീർച്ചയായിട്ടും പ്രൈവറ്റ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ തലക്കെട്ടെന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ മുഖമൂർത്തി വായന കാണുക. ഈ വ്യക്തി പല പാഠങ്ങളും പഠിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രാധാന്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഈ വ്യക്തി ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വായന തികച്ചും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായി വളരെയധികം അകന്നു നിൽക്കുന്ന സാഹചര്യത്തിലൊക്കെയാണ് ഈ വായന കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ചില കാര്യങ്ങൾ കാത്തിരിക്കുന്നു. അത് പല പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ തന്നെയാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരു പുരുഷന്റെ എനർജിയാണ് ഇവിടെ തികച്ചും വളരെയധികം തടസ്സമായിട്ട് നിൽക്കുന്നത്. അതായത് ഈ വ്യക്തിയുടെ പിതാവായിരിക്കാം, അല്ലെങ്കിൽ പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന മറ്റാരെങ്കിലും ആയിരിക്കാം, പിതാവിന് തുല്യമായിട്ട് നിൽക്കുന്ന മറ്റാരെങ്കിലും ആയിരിക്കാം. തീർച്ചയായിട്ടും ഒരു പുരുഷന്റെ എനർജി, അല്ലെങ്കിൽ മുതിർന്ന ഒരു പുരുഷന്റെ എനർജി തീർത്തും ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ വിശ്വാസപരമായിട്ടുള്ള തടസ്സങ്ങൾ, അതായത് രണ്ടുപേരുടെയും വിശ്വാസം, മതവിശ്വാസം വളരെയധികം വ്യത്യസ്തമായിരിക്കാം. ആ ഒരു രീതിയിലും നോക്കുകയാണെങ്കിൽ ഇവിടെ വളരെയധികം പ്രതിസന്ധികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ പലതരത്തിലുള്ള സാഹചര്യങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് സാഹചര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകളും അതുപോലെ താക്കീത് നൽകുന്ന രീതിയിലുമായിരിക്കാം നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറിയിട്ടുള്ളത്. കാരണം ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും പരാതി. അതിന് ആസ്പദമാക്കിക്കൊണ്ട് തന്നെയാണ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരായി കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള ആ ഒരു വലിയ എതിർപ്പ് അത് വലിയ തോതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും, നിങ്ങൾ രണ്ടുപേരെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസമാണ്. എന്നെങ്കിലും ഈ ഒരു പ്രണയബന്ധം ശരിയാകും എന്നുള്ള വിശ്വാസമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത്. എന്താണെങ്കിലും നിങ്ങൾക്കത് ബോധപൂർവം സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വീട്ടുകാരുടെ സമ്മതം നോക്കി നിൽക്കുന്നതാകാം നിങ്ങൾ രണ്ടുപേരും. വീട്ടുകാരെ സമ്മതത്തോടു കൂടി അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വിവാഹം ചെയ്യുവാനാണ് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കോ ഈ വ്യക്തിക്കോ ഒരുപാട് തരത്തിലുള്ള വിവാഹാലോചനകൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണപ്പെടുന്നു. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ്, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സ് മാറ്റിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ ശ്രമിക്കുന്നതായിട്ടും നമുക്ക് കാണാം. അങ്ങനെ ഇവിടെ പലതരത്തിലുള്ള സാഹചര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലർ വളരെയധികം ഫൈറ്റിംഗ് എനർജിയിലാണ് കാണപ്പെടുന്നത്. മറ്റു ചിലരോ ഒറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യവുമായിട്ട് കാണപ്പെടുന്നു. മറ്റു ചിലവരാണെങ്കിലോ വീട്ടുകാര് അമിതമായിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും അവരുടെ പരിധിയിൽ ആക്കാൻ നോക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ തീർത്തും നിങ്ങൾ വളരെയധികം സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരായി കാണപ്പെടുന്നു. പെട്ടെന്ന് വിഷമം വരും, അല്ലെങ്കിൽ പെട്ടെന്ന് കരയും എന്നുള്ള ഒരു മനോഭാവത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ വ്യക്തിയാണെങ്കിൽ പോലും എല്ലാ കഷ്ടതകളും മനസ്സിലേറ്റിക്കൊണ്ടാണ് നടക്കുന്നത്. എന്നെങ്കിലും ഇതൊക്കെ ശരിയാകും എന്നുള്ള വിശ്വാസത്തിൽ ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയാണെങ്കിൽ, അതായത് നിങ്ങൾ വളരെയധികം ഇമോഷണൽ പരമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഈ പേഴ്സൺ ആണെങ്കിൽ വളരെയധികം യോദ്ധാവിൻ്റെ എനർജി ആയിട്ടാണ് കാണപ്പെടുന്നത്. എന്തിനേയും നേരിട്ട് നിൽക്കാനും എന്തിനേയും തകർത്ത് കളയാനുമൊക്കെ നല്ല രീതിയിലുള്ള ഒരു മനഃശക്തിയുള്ള ഒരു വ്യക്തിയായി കാണപ്പെടുന്നു. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരു മതത്തിലും ഒരു വിശ്വാസത്തിലും പെടാത്ത ആൾക്കാരായിരിക്കാം. അതായത് അതിലൊന്നും നിങ്ങൾ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നില്ല. സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി ജീവിക്കാനും ആഗ്രഹിക്കുന്നവരും ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ ജാതകദോഷം,
അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ടാകാം. പക്ഷെ അതിനെല്ലാം നിങ്ങൾ ചെവി കൊടുക്കുന്നില്ല, അതിലേക്കൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നുമില്ല. ഇവിടെ തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം എന്താണ്, നിങ്ങളുടെ സ്നേഹം എന്താണ്, നിങ്ങളുടെ മനസ്സെന്താണ് എന്നിങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അത് മനസ്സിലാക്കി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരും നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട്. പക്ഷെ നിങ്ങളുടെ വീട്ടുകാർ ഒരു കൃത്യമായ തീരുമാനത്തിൽ എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് നിങ്ങളെ ഇപ്പോഴും ആശയക്കുഴപ്പത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള പല സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധത്തിന് നീതി ലഭിക്കും, അല്ലെങ്കിൽ നീതി തരണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു തുടക്കം എന്നത് ഇവിടെ അധികം വൈകാതെ തന്നെ എത്രയും പെട്ടെന്ന് നടക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഒരു വികസനം അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിന് ഒരു മാറ്റം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണോ ആ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് ഫ്യൂച്ചറിലേക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ശക്തിയിലും എല്ലാത്തിലുപരി പ്രപഞ്ച ശക്തിയിലും വിശ്വസിക്കാനായി ശ്രമിക്കുക. കാരണം രണ്ടുപേരും നല്ല രീതിയിൽ വിശ്വാസമുള്ള വ്യക്തികളാണ്. നിങ്ങൾ ഒരുപക്ഷെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സുകൊണ്ട് വളരെയധികം തൃപ്തിയുള്ളവരാണ്, അല്ലെങ്കിൽ ധൈര്യമുള്ളവരാണ്. ഈ വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാകാം, ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാകാം, സ്നേഹത്തോടെ സംസാരിക്കുകയും ഭാവിയിൽ എന്തായാലും നമ്മൾ ഒന്നിക്കും എന്നുള്ള രീതിയിൽ ഈ വ്യക്തി വാഗ്ദാനങ്ങൾ തരുന്നുണ്ടാകാം. തീർച്ചയായിട്ടും അതെല്ലാം ഈ വ്യക്തി 100% നിറവേറ്റാൻ 100% പരിശ്രമിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ വ്യക്തികളുടെ എനർജിയിൽ നിന്നും മനസ്സിലാകുന്നത്. അതുകൊണ്ട് തീർത്തും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ അമിതമായിട്ട് കരയുകയും മനസ്സ് വിഷമിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എനർജി എപ്പോഴും ഒരു ബാലൻസിലേക്ക് എത്തിച്ചേരാനായിട്ട് നോക്കുക. കാരണം ഈ വ്യക്തിയുടെ പിതാവ് പറഞ്ഞിട്ടോ മറ്റാരെങ്കിലും പറഞ്ഞിട്ടോ ഈ വ്യക്തി ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതോ ഒരു സാഹചര്യത്തിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ പിന്മാറിയിട്ടുണ്ടാകാം. അത് വീട്ടുകാരുടെ നിർബന്ധപ്രകാരവും അവരുടെ ചില പ്രവർത്തികൾ കാരണവുമാണ് ഈ വ്യക്തിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. പക്ഷെ പിന്നീട് ഈ വ്യക്തി ആ ഒരു പാഠം പഠിക്കുകയും നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഇനി മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള സത്യവും ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തീരുമാനിച്ച ഒരു തീരുമാനമാണ്. ഇനി മുന്നോട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളായി തന്നെ ആയിരിക്കും. അതിനാൽ നിങ്ങൾ അനാവശ്യമായിട്ട് പേടിക്കുകയും നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമില്ല. പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയത്തെ കൈപിടിച്ച് ചേർത്ത് വെക്കാനായി സാധിക്കുകയുള്ളൂ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സ് വികസിപ്പിക്കാനാണ് ഇന്നത്തെ പ്രധാന യൂണിവേഴ്സിന്റെ സന്ദേശം എന്ന് പറയുന്നത്. അതുപോലെ എന്തിനേയും അംഗീകരിക്കാൻ തയ്യാറാവുക. അതുപോലെ തന്നെ മനസ്സിനെ കുറച്ചും കൂടെ ധൈര്യപ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇവിടെ അനാവശ്യമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലേക്കൊന്നും പരിപൂർണമായി നിങ്ങൾ വഴുതി വീഴാതെ നിങ്ങളുടെ യഥാർത്ഥ എനർജിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.